ഹലോ ഫ്രണ്ട്സ്, ഐം ശ്രുതി ഫ്രം ലോലിപോപ്സ്. നമുക്ക് ഡ്രസ്സായിട്ടും വെയർ ചെയ്യാം, അതുപോലെ തന്നെ കുർത്തിയായിട്ടും വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലൊരു അറ്റയറാണ് ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല ഭംഗിയുള്ള ഇമ്പോർട്ടഡ് കൈൻഡ് ഓഫ് ഒരു കോട്ട് ഫാബ്രിക്കാണ്. അതിനകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രിൻ്റാണ്. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. നമ്മൾ യൂഷ്വലി കാണുന്ന കൈൻഡ് ഓഫ് ഒരു പ്രിൻ്റ് അല്ല, അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള പ്രിൻ്റാണ്. ഫുൾ ഓപ്പണബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 3/4 സ്ലീവ്സ് ആണ്. ബാക്ക് നോർമൽ എ ലൈൻ ആണ് വരിക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബോട്ടം വെച്ചിട്ടും വെയർ ചെയ്തിട്ട് ഒരു കുർത്തി പോലെയും നമുക്ക് യൂസ് ചെയ്യാം. അതല്ല, ബോട്ടം ഇല്ലാതെ സിംഗിൾ പീസ് ആയിട്ടുള്ളൊരു ഡ്രസ്സായിട്ട് വെയർ ചെയ്യാവുന്നതാണ്. 4 ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. റെഡി ടു ഡിസ്പാച്ച് പ്രോഡക്ട്സ് ആണ്. 7 വർക്കിംഗ് ഡേയ്സിലായിരിക്കും പ്രോഡക്ട്സ് ഡിസ്പാച്ച് ആവുക. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 899. കളേഴ്സ് നോക്കും. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു അനിയൻ പിങ്ക് കളർ ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡാണ്. അതിനകത്തേക്കും സെയിം ഒരു പ്രിൻ്റാണ് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള അബ്സ്ട്രാക്ട് പീസ്. പ്രൈസ് വന്നിരിക്കുന്നത് കോഡഡ് നേച്ചറാണ് കേട്ടോ. കോട്ട് ഫാബ്രിക് അല്ല, പക്ഷേ ഒരു കോഡഡ് നേച്ചറിലാണ് വന്നിട്ടുള്ളത്. പ്രൈസ് 899. റെഡി ടു ഡിസ്പാച്ച്. നെക്സ്റ്റ് നമ്മുടെ കളർ വെരി ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 899. റെഡി ടു ഡിസ്പാച്ച്. നെക്സ്റ്റ് നോക്കും. നമ്മുടെ ലാസ്റ്റ് കളറാണ്. ഇതൊരു കൈൻഡ് ഓഫ് ഒരു ചോക്ലേറ്റ് ഗ്രേ ഷെയ്ഡാണ്. അതിനകത്തേക്ക് ഇതേപോലെ വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് അറ്റയേഴ്സ് ഞാൻ എപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡ് ഔട്ട് ആവുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോമൺ ആയിട്ട് കിട്ടില്ല, ഉറപ്പായിട്ടും കിട്ടില്ല ഇങ്ങനത്തെ കൈൻഡ് ഓഫ് അറ്റയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡലിലായിരിക്കില്ല, വേറൊരു കൈൻഡിലാണെങ്കിലും അത് H&M-ലും M&S, മാർക്സ് ആൻഡ് സ്പെൻസേഴ്സിലും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് അങ്ങനത്തെ കാണുന്നത്. പക്ഷേ റേറ്റ് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇതിനെ കുറച്ചും കൂടി ഒന്ന് മോഡസ്റ്റ് വെയർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരാറ്, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് പ്രിൻസും ഈ ഇമ്പോർട്ടഡ് ഫാബ്രിക്സും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റയേഴ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. അതുപോലെ കുറേ പേർക്ക് ഈ ഡ്രസ്സസ് ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. അപ്പം ബിക്കോസ് നമുക്ക് അങ്ങനത്തെ DMs വരും, അപ്പോൾ എങ്ങനെയുള്ളത് ട്രൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഐറ്റമാണ്. ബിക്കോസ് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് ഇഫ് ഇൻ കേസ് നിങ്ങൾ മേടിച്ച് നിങ്ങൾക്ക് ഡ്രസ്സായിട്ട് ഇട്ടിട്ട് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ കുർത്തിയാക്കാം. അതായത് ഇതിൻ്റെ കൂടെ നമുക്കൊരു ജഗിൻസ് വെയർ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആങ്കിൾ ലെങ്ത്തിലുള്ളത്. ഫുൾ ലെങ്ത് ഞാൻ പറയില്ല, ഫുൾ ലെങ്ത് ആയാൽ കംപ്ലീറ്റ്ലി ഒരു കുർത്തി ലുക്കായിരിക്കും. ബോട്ടം ഞാൻ പറഞ്ഞ ബോട്ടത്തിൻ്റെ കാര്യമാണ്. അതല്ലെങ്കിൽ ഒരു ആങ്കിൾ ലെങ്ത് ലെവലിൽ ഉള്ള ബോട്ടം വെച്ച് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പ്രൈസ് വരുന്നത് 899 ആണ്. റെഡി ടു ഡിസ്പാച്ച് പ്രൊഡക്ട്സ് ആണ്. 7 വർക്കിംഗ് ഡേയ്സിലാണ് ഡിസ്പാച്ച് ആവുന്ന. ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ പെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ഹൂപ്സ്, ഇതിൻ്റെ കോഡ് വരുന്നത് 2513. അതേപോലെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കട കണ്ടോ, ഇത് റോസ് സ്റ്റോണും പേളും ആണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോഡ് വന്നിരിക്കുന്നത് 2506. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.